1992 അല്ല 2020 എന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘപരിവാറിന് ചിലപ്പോൾ എതിരാളികളെ തടവറയിലേക്ക് പറഞ്ഞേക്കാൻ സാധിച്ചേക്കാം. സംഘപരിവാറിന് എതിരാളികളെ കള്ളക്കേസുണ്ടാക്കിയിട്ട് അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ നേർക്ക് നേരെ നിന്നുകൊണ്ട്, സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നേരെ നിന്ന് പൊരുതാൻ ഒരു സംഘിക്ക് ആ സംഘിയുടെ 10 തലമുറ വിചാരിച്ചാലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ 1992 അല്ല 2020 എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, പ്രതിരോധം തുടങ്ങിയിരിക്കുന്നു. ഇനി മുട്ടുമടക്കാനില്ല. പ്രതിരോധം എന്ന് പറയുമ്പോൾ ആക്രമണമല്ല. ഇങ്ങോട്ട് ഒരടി തരുന്ന സമയത്ത് അങ്ങോട്ട് 2 അടി കൊടുത്ത് അവിടെ ഇരുത്തിപ്പിക്കാനുള്ള കഥയാണ് ഞാൻ പറയുന്നത്. സംഭവം ബംഗാളിലാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന വിഷയമാണ്. UP-യിലെ ഭൂമി പൂജയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും സംഘപരിവാർ ആഘോഷം നടത്തിയിരുന്നു. അങ്ങനെ ബംഗാളിലും അവർ ആഘോഷം നടത്തി. ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പല കടകളിലും ആ കടയുടെ ഉടമയറിയാതെ രാത്രികാലത്ത് വന്നുകൊണ്ട് കടക്ക് മുകളിൽ അവർ RSSന്റെ പതാക വെച്ച് പിടിപ്പിച്ചു. അതിൽ മുസ്ലിങ്ങളുടെ കടകളുണ്ട്, കോൺഗ്രസ്സുകാരുടെ കടകളുണ്ട്, അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ കടയുണ്ട്, അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ കടകളുണ്ട്, തൃണമൂൽ കോൺഗ്രസ്സുകാരൻ്റെ കടകളുണ്ട്, ക്രിസ്ത്യാനിയുടെ കടകളുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കടകൾക്ക് മുന്നിൽ ഇതുപോലെ RSSന്റെ പതാക വെച്ചു പിടിപ്പിച്ചു. രാവിലെ കട തുറക്കാൻ വരുന്ന സമയത്ത് കാണുന്നതാവട്ടെ RSSന്റെ പതാക. ആരും മിണ്ടിയില്ല, പേടിച്ചിട്ട്. പക്ഷേ തൊപ്പി വെച്ച, ജുബ്ബ ധരിച്ച ഒരു മുസ്ലിം യുവാവ് ഇതിനെ എതിർത്ത സമയത്ത് 40-ൽ കൂടുതൽ വരുന്ന RSSകാർ വന്നിട്ട് പറഞ്ഞു, അതെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന്. ആർജവത്തോടെ ആ യുവാവ് പറഞ്ഞു, എൻ്റെ കടയിൽ ഈ നശിച്ച പതാക നിങ്ങൾ കെട്ടിയിട്ടുള്ളത് എൻ്റെ അനുവാദമില്ലാതെയാണ്. അതുകൊണ്ട് അതെടുത്തു കളയാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ അവരുമായി തർക്കിക്കുകയും ആ സമയം 40ഓളം വരുന്ന ആളുകൾ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ആർജവത്തോടെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെതിരെ പോരാടും, നിങ്ങൾക്കെതിരെ പ്രതിരോധം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ പലരും പേടിച്ചുപോയി. അങ്ങനെ ഈ ഒറ്റയാൻ പോരാട്ടം കണ്ടു നിന്നവർ ഉടൻ തന്നെ ഇയാളോടൊപ്പം കൂടി നിന്നു. അങ്ങനെ ആ ഒറ്റയാൻ പോരാട്ടം ഒരു വലിയ ജനക്കൂട്ടമായി മാറി. ആ ജനക്കൂട്ടത്തിൽ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് RSSകാരോട് പറഞ്ഞു, ആ കൊടി ഞങ്ങൾ അഴിച്ചു മാറ്റും എന്ന്. ഈ മുസ്ലിം യുവാവിൻ്റെ ചെറുത്തുനിൽപ്പ് കണ്ട് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിൻ്റെ അളവ് വർദ്ധിച്ചപ്പോൾ ഉടൻ തന്നെ അവിടെ പോലീസുകാരെത്തിയതിന് ശേഷം ആ കൊടി വളരെ മര്യാദയ്ക്ക് RSSകാരുടെ മുന്നിൽ നിന്ന് തന്നെ അഴിച്ചു മാറ്റിയിട്ട് വലിച്ചെറിഞ്ഞു. അങ്ങനെ RSSകാര് പ്രതിരോധത്തിൻ്റെ 2020 മോഡൽ കണ്ടു തുടങ്ങി എന്ന് വേണം പറയാൻ. ഇതാണ് പ്രതിരോധം. നമ്മളെ ആക്രമിക്കാൻ വരുന്ന സമയം തിരിച്ചാക്രമിക്കലല്ല, മറിച്ച് അത് പ്രതിരോധിക്കലാണ്. അതിനെ ആക്രമണം എന്ന് പറയില്ല. നമ്മൾ ആക്രമകാരികളാകരുത്, നമ്മൾ പ്രതിരോധത്തിൻ്റെ വക്താക്കളാകണം. നമ്മൾ നിശബ്ദത പാലിക്കേണ്ട ഇടത്ത് നിശബ്ദത പാലിക്കുകയും പൊട്ടിത്തെറിക്കേണ്ട ഇടത്ത് പൊട്ടിത്തെറിച്ച് വിവേകപൂർണമായി ഇടപെടുകയും ചെയ്താൽ മാത്രമേ പ്രതിരോധം പരിപൂർണതയിലെത്തുകയുള്ളൂ. അതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ബംഗാളിൽ നടന്ന ഈ സംഭവം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.